بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവലോക സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും കരസ്ഥമാക്കി മുന്നോട്ടു പോകുവാനും
മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൗതികമായ തിരക്കുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടതും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും മറ്റു നമ്മുടെ സൗഹൃദങ്ങളിലേക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് നാം ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, നാം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് വളരെ നല്ല നിലക്ക് പെരുമാറുവാനും അവരുടെ ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കുവാനും നമ്മളൊക്കെയും ആഗ്രഹിക്കുകയും ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മേലുദ്യോഗസ്ഥർക്കിടയിൽ അവരുടെ ഇഷ്ടവും അവരുടെ പ്രീതിയും കരസ്ഥമാക്കിയാലേ സുഗമമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് നമിക്കാൻ കഴിയൂ. ഇനി അതല്ല, ഒരു മേലുദ്യോഗസ്ഥനാണെങ്കിൽ പോലും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന, തൻ്റെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് നല്ല നിലക്ക് പെരുമാറുകയും തങ്ങളുടെ ബോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന പേരും സൽകീർത്തിയും കരസ്ഥമാക്കിയാലേ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നല്ല നിലയിൽ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പരസ്പരം ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരിശോധിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ഭാര്യയുടെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഭർത്താവും, ഭർത്താവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഭാര്യയും, ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കാൻ മക്കളും, മക്കളുടെ ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കാൻ രക്ഷിതാക്കളും തുടങ്ങുന്ന ഓരോ നിലക്കും നമ്മളൊക്കെയും അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ ഞാൻ ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, ഭൗതിക രംഗത്തെ ഇത്രയധികം ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നേടേണ്ടതും ഏറ്റവും കൂടുതൽ പ്രീതി നേടേണ്ടതും സർവലോക രക്ഷിതാവായ നിയന്താവായ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് എന്നുള്ളത് പലപ്പോഴും വിസ്മരിച്ചു പോകാറാണ്. റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും കരസ്ഥമാക്കാൻ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എന്ത് ചെയ്തുവെന്ന്, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴെങ്കിലും ഒരാവർത്തി ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പുനർവിചാരണ നടത്തുന്നതും നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയുമെല്ലാം കരസ്ഥമാക്കി സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു വലിയ വിഭാഗത്തെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ 100-ാമത്തെ വചനവും അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രാഇന്റെ 100-ാമത്തെ വചനങ്ങളിലും വിശുദ്ധ ഖുർആനിൻ്റെ തന്നെ മറ്റു ചില ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാഭാഗ്യവാന്മാരെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ
وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടിഞ്ഞു പോയ വിഭാഗം ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, ഏറ്റവും നല്ലമായ മാർഗത്തിൽ പിൻപറ്റിയ ആളുകൾ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയ ആളുകൾ, അവർ വളരെ നല്ല നിലയിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകളായിരുന്നു. എന്താണ് അവർക്ക് കിട്ടിയതെന്നറിയുമോ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹും, അവരെക്കുറിച്ച് അല്ലാഹുവും അവരല്ലാഹുവിനെ കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വഅഅദ്ദ ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അല്ലാഹുവിനെ കുറിച്ച് അങ്ങോട്ടും തിരിച്ചല്ലാഹു ഇങ്ങോട്ടും അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടതിനാൽ അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂങ്കാവനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ, അവരെന്നും അതിൽ നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അലീം, അതെത്ര ഏറ്റവും മഹത്തായ വിജയം, ഏറ്റവും ഉന്നതമായ വിജയം അതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്വഹാബികൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബികളെ കുറിച്ചാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ജീവിതത്തിൽ, തങ്ങളുടെ ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ പ്രവാചകന്റെ കൂടെ കൂടിയതിനാൽ എത്രയേറെ പ്രയാസങ്ങളും എത്ര വലിയ ദുരിതങ്ങളുമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതെല്ലാം സഹിച്ചും ത്യജിച്ചുകൊണ്ടും റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗ പൂങ്കാവനങ്ങളിലേക്ക് നടന്നുപോയവരാണവർ. എന്താണ് അവർക്ക് റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കാൻ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അവർ ചെയ്ത പ്രത്യേകതകൾ എന്താ? അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച ആളുകളുടെ പ്രത്യേകതകൾ എന്താ? നമുക്കും സാധിക്കും റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കാൻ, റബ്ബിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിക്കും. എന്താണ് അവർക്കുള്ള പ്രത്യേകത? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖായ പ്രവാചക മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിന് ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നാദാ ജിബ്രീല ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്ക് ജിബ്രീലിനെ വിളിക്കും. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീലിനെ വിളിച്ചിട്ട് അള്ളാഹു പറയും, ഞാനിതാ ഇന്ന അടിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാൻ, ഞാനിതാ എന്റെ ഇന്ന അടിമയെ ഞാനിതാ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഫഅഹ്ബിബുഹു ഫയുഹിബ്ബുഹു ജിബ്രീൽ, അതുകൊണ്ട് നിങ്ങളും അവരെ ഇഷ്ടപ്പെടണമെന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടും. മലക്കുകളുടെ നേതാവായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമയോടാണ് അല്ലാഹുവിന്റെ കൽപ്പന. എങ്കിൽ ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ് സമാ, ആ സമയത്തതാ ആകാശലോകത്തുള്ള വിഭാഗത്തോട്, ആകാശലോകത്തുള്ള മലക്കുകളോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാൻ ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അല്ലാഹുവിദാ ഇന്ന അടിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടും ആകാശ ലോകത്തുള്ള മുഴുവൻ നമ്മളൊക്കെയും അല്ലാഹു ഇഷ്ടപ്പെട്ട ആ അടിമയെ ഇഷ്ടപ്പെടണമെന്ന് മലക്ക് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാണ് അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന വിഭാഗം? ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് റബ്ബിന്റെ തൃപ്തിയും റബ്ബിന്റെ പ്രീതിയും റബ്ബിന്റെ ഇഷ്ടവും കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുക? ഒന്നാമത്തെ വഴി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? സൂറത്തുൽ ബഖറയിലും അതുപോലെ തന്നെ സൂറത്തുൽ ശുഅറായിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്.
വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ള ആളുകളെയും ശുദ്ധിയാക്കുന്ന ആളുകളെയും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തൗബ ചെയ്തുകൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടാൻ, തൗബ ചെയ്തുകൊണ്ട് റബ്ബിന്റെ പ്രീതി നേടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയുടെ 39-ാമത്തെ വചനത്തിലൂടെ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫമൻ താബ മിൻ ബഅദി ദുൽമിഹിം ഫഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി, തൻ്റെ അക്രമങ്ങൾക്ക് ശേഷം, അതിക്രമങ്ങൾക്ക് ശേഷം ആരെങ്കിലും റബ്ബിനോട് തൗബ ചെയ്താൽ, വഅസ്ലഹ, അവൻ വീണ്ടും നന്മയുടെ വഴിയിലേക്ക് മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഫഇന്നല്ലാഹ യതൂബു അലൈഹി, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. മാത്രമല്ല 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ വചനം, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറൻ റഹീമാ. എത്ര ആവർത്തിച്ചുകൊണ്ട് റബ്ബ് നമ്മളോട് പറയുന്നത്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, ചെയ്തുപോയ തെറ്റുകളെ സംബന്ധിച്ച്, ചെയ്തുപോയ പാപങ്ങളെ സംബന്ധിച്ച് റബ്ബിനോട് തൗബ ചെയ്തു, വആമന, വിശ്വസിക്കുകയും ചെയ്തു, അതിനുശേഷം വഅമില അമലൻ സാലിഹാ, അതിനുശേഷം ജീവിതത്തിലേക്ക് ധാരാളമായി അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തുപോയ തെറ്റുകളെ സംബന്ധിച്ച് റബ്ബിനോട് തൗബ ചെയ്ത് വിശ്വാസം നന്നാക്കി ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യം, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, ആ വിഭാഗത്തിന് അവരുടെ തെറ്റുകളെ മുഴുവൻ, അവരുടെ കുറ്റങ്ങളെ മുഴുവൻ റബ്ബ് നന്മയാക്കി മാറ്റി മറിച്ചു കൊടുക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് പറയുന്നു, വകാനല്ലാഹു ഗഫൂറുർ റഹീമ. എത്രയെത്ര വചനങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. ഒരു സമയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ആ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്താ? മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, കിഴക്ക് നിന്ന് സൂര്യന്റെ കിരണങ്ങൾ ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും റബ്ബിനോട് തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി, അവന് വേണ്ടി അല്ലാഹു പുറത്തു കൊടുക്കും. രാവിലെയുള്ള സമയം, സുബഹിയുടെ മുമ്പുള്ള സമയം ആരെങ്കിലും തൗബ ചെയ്താൽ അല്ലാഹു അവന് വേണ്ടി പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗബ എന്നുള്ളത് പലപ്പോഴും ഏതെങ്കിലും മാറി മാറി വരുന്ന റമളാനുകളിലാണ് നമ്മൾ അത് ചെയ്യാറുള്ളത്. നാടുകളിലൊക്കെ തൗബക്ക് വേണ്ടി പ്രത്യേകം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടും, തൗബയുടെ സദസ്സുകൾ. ഇല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൗബക്ക് പ്രത്യേകം സദസ്സില്ല, പ്രത്യേകം സമയമില്ല, പ്രത്യേകം സന്ദർഭമില്ല. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണമെന്ന തീരുമാനമെടുക്കുകയും ചെയ്ത ശേഷം റബ്ബിലേക്ക് കരങ്ങളുയർത്തിക്കൊണ്ട്, പറ്റിപ്പോയി റബ്ബേ, ചെയ്തുപോയി റബ്ബേ, പൊറുക്കണം റബ്ബേ, ഇനിയില്ല, അതിലേക്കൊരു മടക്കമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ആ പാപത്തെ പുറത്തു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെ റബ്ബിന്റെ തൃപ്തി നേടാൻ, അതിലൂടെ റബ്ബിന്റെ ഇഷ്ടം നേടാൻ, അതിലൂടെ റബ്ബിന്റെ പ്രീതി നേടാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയോ രണ്ടാമതായി അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ, രണ്ടാമതായി അള്ളാഹുവിന്റെ പ്രീതി നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തബിഉസ് സുന്നയാവുക എന്നതാണ്.
പ്രവാചകന്റെ സുന്നത്ത് എത്രത്തോളം തൻ്റെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാൻ, എത്രത്തോളം തൻ്റെ ജീവിതത്തിലേക്ക് അതിനെ ഉൾപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം പ്രവാചകന്റെ ജീവിതത്തെ, പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ, അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ നമുക്ക് കഴിയുന്ന ഒരു മാർഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആല ഇംറാനിൻ്റെ 31-ാമത്തെ വചനം എത്രയോ തവണ നമ്മുടെ കാതുകളിലൂടെ കേട്ട ആയത്താ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതിന് വേണ്ടി നാഥൻ്റെ കൽപ്പനയാണ്. എന്താണ് ആ കൽപ്പന? നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അതിനുള്ള മാർഗം നിങ്ങൾ എന്നെ പിൻപറ്റണം. ആരെ പിൻപറ്റണം? അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റുന്നുവെങ്കിൽ, യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഴികളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, സ്വന്തത്തെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും വീടിനേക്കാളും വാഹനത്തെക്കാളും മറ്റെന്തിനേക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു വഴി, സ്നേഹിക്കുന്ന ഒരു മനസ്സ്, ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ്, അതോടൊപ്പം തന്നെ പ്രവാചകനെ അനുധാവനം ചെയ്യാനുള്ള ഒരു താൽപര്യത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ റബ്ബിൻ്റെ തൃപ്തി നേടാൻ നമുക്ക് കഴിയും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു 3 ആളുകൾ കടന്നു വന്ന ചരിത്രം എത്രയോ തവണ നമ്മൾ കേട്ടതാ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും അതുപോലെ തന്നെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമെല്ലാം ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. 3 ആളുകൾ പ്രവാചകനില്ലാത്ത സമയത്ത് പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചക പത്നിമാരോട് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയുകയാണ്. അവർ പ്രവാചകന്റെ ജീവിതത്തെ, അവരോടൊപ്പമുള്ള പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുത്തു. ആ സമയത്ത് അതിലൊരുത്തം പറഞ്ഞ തീരുമാനം എന്താ അറിയോ? ഫഖാല ബഅ്ലുഹും ലാ അതസവ്വജു നിസാ, ഇനി മുതൽ ഞാനൊരു കല്യാണം കഴിക്കൂല, ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി കല്യാണമില്ല. ലാ അകലുൽ ലഹമി, ഇനി മുതൽ ഞാൻ ഇറച്ചി കഴിക്കില്ല. ഫഖാല ബഅ്ലുഹും ലാ അനാമു അലാ ഫിറാഷിൻ, ഇനി മുതൽ ഞാൻ എൻ്റെ വെരുപ്പിൽ കിടന്നിറങ്ങൂല. അഥവാ ഇനി അള്ളാഹുവിൻ്റെ റസൂൽ ഇത്രയധികം പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഉറക്കമില്ല, കല്യാണമില്ല, ഭൗതികമായ ഒന്നിനോടും താല്പര്യമില്ല. ഇനി പൂർണ്ണമായും എല്ലാം മാറ്റിവെച്ച് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, നിസ്കരിക്കാൻ, നോമ്പ് നോൽക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ച് 3 ആളുകളും ഇറങ്ങിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്ന സമയത്ത് പ്രവാചക പത്നിമാർ ഈ ഒരു വിവരം പ്രവാചകൻ അറിയിച്ചു. പ്രവാചകൻ ആ ആളുകളെ അന്വേഷിച്ച് തിരിച്ചു വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ തീരുമാനങ്ങൾ, നിങ്ങൾ പ്രഖ്യാപിച്ച ഈ തീരുമാനങ്ങൾ മാറ്റണം. കാരണം ഫഖാല മാ ബാലു അഖ്വാമിൻ ഖാലു കദാ വകദാ. എന്നിട്ട് അവരോട് പ്രവാചകൻ പറയുന്നു, ലാകിന്നി ഉസല്ലി വ അനാമു വ അസൂമു വ ഉഫ്തിറു വ അതസവ്വജു നിസാ. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തീരുമാനത്തെ മാറ്റണം. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ തീരുമാനത്തെ മാറ്റണം. ഞാൻ നിസ്കരിക്കാറുണ്ട്, നിസ്കരിക്കാത്ത സമയവുമുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് മുറിക്കാറുമുണ്ട്. ഇങ്ങനെ പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നീ, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ അവഗണിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സുന്നത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഫലൈസ മിന്നീ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത്, പ്രവാചകനെ പിൻപറ്റുക എന്നത് പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം, അതിൽ തർക്കമില്ല. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകൻ എന്തു പഠിപ്പിച്ചോ, ഏത് രൂപത്തിലാണ് പ്രവാചകൻ കാണിച്ചു തന്നത്, അത് അതുപോലെയായിരിക്കണം. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴേ അത് പ്രവാചക സ്നേഹമാവുകയുള്ളൂ.
അതല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ വകയായി, നമ്മൾ നമ്മുടെ വകയായി, പള്ളിയിലെ ഉസ്താദ്, സംഘടനാ നേതാവ് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പറയുന്നതും പഠിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കടമെടുത്താൽ ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നി, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അത് ഏത് രൂപത്തിലുള്ള ദിക്റായാലും, ഏത് രൂപത്തിലുള്ള സ്വലാത്തായാലും, ഏത് രൂപത്തിലുള്ള നമസ്കാരങ്ങളായാലും, തഹ്ലീലാകട്ടെ, തഹ്മീദാകട്ടെ, തക്ബീറാകട്ടെ, ഇല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്ന് ജീവിതത്തിൽ അത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രവാചക സ്നേഹത്തിനപ്പുറത്തേക്ക് പ്രവാചകനെ ധിക്കരിക്കലാണ്. പരിശുദ്ധമായ മതത്തിൽ നിന്ന്, പ്രവാചക ശരീരയിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ തൃപ്തി നേടാൻ, റബ്ബിൻ്റെ പ്രീതി നേടാൻ ഉള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ വഴി എന്നുള്ളത് പ്രവാചക ചര്യകളെ, പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചക ചര്യകൾ ജീവിതത്തിലേക്ക് അനുധാപനം ചെയ്യുക എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, മൂന്നാമത്തെ മറ്റൊരു മാർഗമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹനയുടെ 8-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബ്റഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി ജീവിതത്തിൽ ആരോടും തുല്യമായ നീതി പാലിക്കാൻ, എവിടെയും കച്ചവട രംഗത്താണോ, ഓഫീസിലാണോ, വീട്ടിലാണോ, കുടുംബത്തിലാണോ, അയൽക്കാരോടാണോ, എവിടെയായാലും തുല്യമായ നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണോ എങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പുലർത്തുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നീതി പാലിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അവിടെ നമുക്ക് ആൺകുട്ടികളുണ്ടാകും, പെൺകുട്ടികളുണ്ടാകും. അവിടെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമിടയിൽ ആൺകുട്ടിക്ക് കൂടുതൽ സ്ഥാനം നൽകാൻ, കൂടുതൽ പരിഗണന നൽകാൻ പാടില്ല. അറിയാം നമുക്കൊരു ചരിത്രം, മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാകാൻ പാടില്ല, ആണെന്ന പെണ്ണെന്ന വേർതിരിവുണ്ടാകാൻ പാടില്ല. പലപ്പോഴും രക്ഷിതാക്കൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു രീതിയാണിത്. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബൂവത്തിൻ്റെയും റിസാലത്തിൻ്റെയും സന്ദേശമായി കടന്നു വരുന്ന ആ കാലത്തെ ജീവിതം, ജനിച്ച പെൺകുഞ്ഞുങ്ങളെ ജീവനോടുകൂടി കുടിച്ചു മൂടിയുന്നൊരു കാലമായിരുന്നത്. പക്ഷെ ഇന്ന് അതിനപ്പുറത്തേക്ക് പോയെങ്കിലും പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാം പെണ്ണിന് അതിൻ്റെതായ സ്ഥാനം നൽകുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ആല ജാരിയൈൻ ഹത്താ തബ്ലുഹ ജാഅ യൗമുൽ ഖിയാമത്തി അന വഹുവ അസ്ബഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും 2 പെൺകുട്ടികളെ അവർക്ക് ജന്മം നൽകി, അവർക്ക് എല്ലാ നിലക്കുമുള്ള സപ്പോർട്ട് നൽകി, അവരെ നല്ല നിലക്ക് വളർത്തി വലുതാക്കി അവരെ എത്തിക്കേണ്ടിടത്ത് ഒരു പൂർണ്ണമായ വൈവാഹിക ജീവിതത്തിലേക്ക് കൂടെ അവരെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാനും അവനും നാളെ പരലോകത്ത് ഈ രൂപത്തിലായിരിക്കും. പ്രവാചകൻ വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അതുമാത്രമല്ല, മക്കൾക്കിടയിൽ ആണെന്ന പെണ്ണെന്ന വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ മക്കൾക്കിടയിൽ അറിവുള്ളവനും അറിവില്ലാത്തവനും, പണമുള്ളവനും പണമില്ലാത്തവനും എന്ന നിലക്ക് ഒരു നിലക്കും വേർതിരിക്കാൻ പാടില്ല. ഒരു ചരിത്രം സംഭവം നമുക്കറിയാം. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവാണ് ഇക്കാര്യം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നി നഹൽതു ആദൽ ഉലാമി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ ഇന്ന അടിമയെ, എൻ്റെ ഇന്ന മകന് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചോദ്യം, അതല്ല, ഇതുപോലെ നീ നിൻ്റെ എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എങ്കിൽ അത് പാടില്ല. അപ്പം മക്കൾക്കിടയിൽ തുല്യമായ നീതി പാലിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അധ്യാപനം ഇത്. ഈ ഒരു നീതി എന്നുള്ളത്, ഈ ഒരു നീതി പാലനം എന്നുള്ളത് എവിടെയും, കുടുംബത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും എവിടെയും തുല്യമായ സ്ഥാനവും ആ മാനവും കൊടുക്കാനും പരിഗണിക്കാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആരെ? നീതി പാലിക്കുന്ന ആളുകളെ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നാലാമതായി അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പ്രീതിയും കരസ്ഥമാക്കാനുള്ള മറ്റൊരു വഴി എന്നുള്ളത് മുഹ്സിനാവുക എന്നുള്ളതാണ്. എപ്പോഴാണ് മുഹ്സിനാവുക? മുഹ്സിനാവുക എപ്പോഴാണ്? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അഥവാ ധാരാളം നന്മയുടെ പുണ്യപ്രവർത്തനങ്ങൾ ജീവിതത്തിലേക്ക് എത്രത്തോളം കൂട്ടിച്ചേർക്കാൻ കഴിയുമോ അത്രത്തോളം നന്മയുടെ പ്രവർത്തനങ്ങൾ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ,
നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നത്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹി വലാ തുൽഖൂ ബിഐദീകും ഇലൽ തഹ്ലുകതി വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറത്തുൽ ബഖറയുടെ 195-ാമത്തെ വചനം. നിങ്ങൾ നിങ്ങളുടെ കൈകളെ അറിഞ്ഞുകൊണ്ട് നാശത്തിലേക്ക് തള്ളിവിടരുത്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം നിങ്ങൾ. വലാ തുൽഖൂ ബിഐദീകും ഇലൽ തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നന്മ ചെയ്യുന്നവരാകുക. നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നും അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാലിമീനൽ ഗൈൽ വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. 3-ാം അധ്യായം ആൽ ഇംറാന്റെ 134-ാമത്തെ വചനം. രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുണ്യം ചെയ്യുന്ന ആളുകൾ, ആ രൂപത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ, തന്നെ കൊണ്ട് കഴിയുന്നത് 10 റിയാലാണെങ്കിൽ 10, 50 ആണെങ്കിൽ 50, 500 ആണെങ്കിൽ 500, അതല്ല 50 ഹലാലാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ കൊണ്ട് കഴിയുന്നത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ ചെയ്യുന്ന മുഹ്സിനുകളായ ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു. ഇനി മാത്രമല്ല, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ മറ്റൊന്നുകൂടി ആഗ്രഹിക്കുന്നു. ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവർ ആഗ്രഹിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. ആര്? അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്ന ആളുകൾ. ഞാൻ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് റബ്ബിൻ്റെ തൃപ്തി നേടാൻ കഴിയും, എനിക്ക് റബ്ബിൽ നിന്നുള്ള ഇഷ്ടം നേടാൻ കഴിയും. മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇമാം ബുഖാരിയും മറ്റും ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പ്രവാചകൻ ആ രംഗത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കൊടുക്കുകയാണ്. എന്താണ്? ഖലമൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ, ആരെങ്കിലും അള്ളാഹുവിനെ കാണണമെന്ന് ഇഷ്ടപ്പെട്ടാൽ, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ കാണണമെന്ന് അള്ളാഹുവിനും ഇഷ്ടമാണ്. അപ്പം അള്ളാഹിനെ കാണാനുള്ള മാർഗം എന്താ? മരണമാണ്. മരണമെന്ന വാഹനത്തിൽ കയറിയാൽ മാത്രമേ അള്ളാഹുവിനെ കാണാൻ കഴിയൂ. അഥവാ പരലോകത്ത് വെച്ച്, സ്വർഗലോകത്ത് വെച്ച് മാത്രമേ റബ്ബിനെ കാണാൻ കഴിയൂ. ഇത് പറഞ്ഞ സമയത്ത് ഉമ്മുൽ മുഅ്മിനീൻ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഔ ബഅദു അസ്വാജിഹി ഇന്നാ ലനക്റഹുൽ മൗത്ത്. അല്ല നബി, ആരാ അവിടുത്തെ മരണം ഇഷ്ടപ്പെടുന്ന ആളുകളുള്ളത്? ആരാ മരണം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ? ആ സമയത്ത് പ്രവാചകൻ തിരിച്ചു പറയുന്നു, ഖാല ലൈസ ദാലിക വലാകിന്നൽ മുഅ്മിൻ ഇദാ ഹലറഹുൽ മൗത്ത് ബുശ്ശിറ ബിരിദ്വാനില്ലാ. മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചൊരു വിഷയമാണ്. അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അവൻ റബ്ബിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ സമയത്ത് ബുശ്ശിറ ബിരിദ്വാനില്ലാ, അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുക. നാട്ടിലേക്ക് ചെല്ലാൻ, കുടുംബത്തെ കാണാൻ, നാട്ടുകാരെ കാണാൻ, ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ എത്ര നമ്മുടെ മനസ്സ് കൊതിക്കുന്നു അല്ലേ? എന്നാൽ അതോടൊപ്പം അതിനേക്കാൾ ഉപരിയായി നമ്മുടെ റബ്ബിനെ കാണാൻ, റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരു ആഗ്രഹവും ഒരു താല്പര്യവും നമ്മുടെ മനസ്സിലുണ്ടോ എങ്കിൽ അഹബ്ബല്ലാഹു ലിഖാഹു, നമ്മളെ കാണാൻ അള്ളാഹുവും ആഗ്രഹിക്കും. അള്ളാഹു നമ്മളെ കാണാൻ ആഗ്രഹിക്കുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ്. അഥവാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ കാണാൻ ഈ ഭൗതിക ലോകത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാമക്ക് സാധിച്ചിട്ടില്ല. വലിയ ആഗ്രഹമായിരുന്നു റബ്ബേ നിന്നെയൊന്ന് കാണാൻ, പക്ഷെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് വെച്ച് യൗമുൽ ഖിയാമയിൽ സ്വർഗലോകത്ത് വെച്ച് മാത്രമേ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ റബ്ബിനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോഴേ നമ്മളെ കാണാൻ റബ്ബ് ആഗ്രഹിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ റബ്ബിൻ്റെ തൃപ്തിയും റബ്ബിൻ്റെ പ്രീതിയും നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആറാമതായി മറ്റൊരു മാർഗം, അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രീതിയും നേടാൻ മറ്റൊരു മാർഗം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും.
ഫദ്കുറൂനി അദ്കുറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഷ്കുറൂലി വലാ തക്ഫുറൂനി. സൂറത്തുൽ ബഖറ 152-ാമത്തെ വചനം. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കി എങ്കിൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും സ്മരിച്ചുകൊണ്ടിരിക്കും. ധാരാളമായി റബ്ബിനെ സ്മരിക്കുക. എന്താ റബ്ബിനെ സ്മരിക്കുക എന്നുള്ളത്? നാവുകളിൽ ദിക്റുകളും ദുആകളും തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കുക. അത് ഒരു അല്ലാഹു അക്ബർ പറയുമ്പോൾ, ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ, ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതെല്ലാം സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ്. അതെല്ലാം സ്വതക്കയാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. സഹോദരങ്ങളെ, സദാസമയവും റബ്ബിനെ കുറിച്ച് ഓർക്കുക, റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് സമയമില്ല. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം പോലും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യ അനുസരിച്ച് 33 തവണ സുബ്ഹാനല്ലയും 33 തവണ അൽഹംദുലില്ലയും 33 അല്ലെങ്കിൽ 34 തവണ അല്ലാഹു അക്ബറോ പറയാൻ നമുക്ക് സമയമില്ല. അവിടെ ഇരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖും നാസും ഇഖ്ലാസും ആയത്തുൽ കുർസിയും പാരായണം ചെയ്യാൻ നമുക്ക് സമയമില്ല. പിന്നെ എപ്പോഴാ നമ്മൾ റബ്ബിനെ സ്മരിക്കുക? ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ചൊല്ലാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സമയമില്ല. പിന്നെ എങ്ങനെ നമ്മളെ റബ്ബ് ഇഷ്ടപ്പെടും? പിന്നെ എങ്ങനെ റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ, പിന്നെ എങ്ങനെ റബ്ബിൻ്റെ പ്രീതി നേടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇൻ തഖറബ ഇലാ ബിശിബിരിൻ ഇലയ്യ ബിശിബിരിൻ തഖറബതു ഇലൈഹി ദിറാഅ. നമ്മൾ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ നടന്നുകൊണ്ടാണോ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കും. നമ്മളൊരു മുഴമാണോ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, അള്ളാഹു നമ്മളിലേക്ക് ഒരു ചാണെടുക്കും. നമ്മൾ ഓടിയെടുക്കുകയാണെങ്കിൽ അള്ളാഹു അതിലേക്കാൾ വേഗത്തിൽ നമ്മളിലേക്ക് അടുക്കും. നമ്മൾ അങ്ങോട്ടെടുക്കാത്ത കുഴപ്പമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയും നമുക്കില്ല. വഴികൾ എമ്പാടുമുണ്ട്, പക്ഷേ ആ വഴിയുടെ കാര്യത്തിൽ നമ്മളാരും തൽപരരല്ല. അതിനുവേണ്ടി നമ്മളാരും ഒരു പണിയെടുക്കാറില്ല. അഥവാ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലാതായി കഴിഞ്ഞു. സുന്നത്ത് നമസ്കാരങ്ങളില്ല, സുന്നത്ത് നോമ്പുകളില്ല, സ്വതക്കകളില്ല, ദിക്റുകളില്ല, ദുആകളില്ല. പിന്നെ എങ്ങനെ നമ്മൾ റബ്ബിലേക്ക് അടുക്കും? പിന്നെ എങ്ങനെ നമ്മൾ റബ്ബിലേക്ക് അടുക്കും? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാവേളകളിലും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യുദ്ധവേളകളിൽ പോലും ഒഴിവാക്കാത്ത സുന്നത്താണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തെന്ന്. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ. ഇന്ന് ഈ കഴിഞ്ഞ് നമ്മളോട് വിട പറഞ്ഞ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളിൽ എത്ര ആളുകൾക്ക് സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് കിട്ടി? ഇങ്ങനെ ഓരോ നമസ്കാരത്തിനും മുൻപും പിൻപുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വമൻ താബ, ആരെങ്കിലും കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും റബ്ബിനോട് തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി, അവന് വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ സമയം? ആ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, കരങ്ങൾക്ക് ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട്? അധികം വേണ്ട. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്വമുഹാ വഇൻ ഖല്ല, നിങ്ങൾ കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യണം. അതാണ് അല്ലാഹുവിന് ഇഷ്ടം, അതാണ് അഷ്റഫുൽ ഖൽഖിന് ഇഷ്ടം. പക്ഷേ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട്? തഹജ്ജുദ് നമസ്കാരം, എപ്പോഴെങ്കിലും നമുക്ക് സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ, ഇവിടെയാണ് നമ്മൾ പരാജിതരായി പോകുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കി, നിങ്ങൾ എന്നെ ഓർക്കി, ഞാൻ നിങ്ങളെയും ഓർക്കാം.
പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമ്മൾ ഒരുക്കമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമ്മളെയും ഓർക്കൂല. നമ്മൾ ഓർക്കാത്തിടത്തോളം അള്ളാഹു നമ്മളെയും ഓർക്കൂല. ഇനി മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്നുള്ളത്, ദീനിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം, വ്യത്യസ്തമായ സ്നേഹബന്ധങ്ങൾ നമുക്കിടയിലുണ്ട്, പലതിനു വേണ്ടിയുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിലുള്ള ഹുബ്ബ്, ദീനിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം, അതും റബ്ബിൻ്റെ തൃപ്തി നേടാനും റബ്ബിൻ്റെ ഇഷ്ടം നേടാനും അതോടൊപ്പം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് ഹർഷിൻ്റെ തണൽ ലഭിക്കുവാൻ വരെ കാരണമാകുമെന്നും അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, യഖൂലു യൗമൽ ഖിയാമത്തി ഐനൽ മുതഹാബ്ബൂന ഫീ ജലാലി അൽ യൗമ അളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. അല്ലാഹു ചോദിക്കുകയാണ് പരലോകത്ത് വെച്ച്, ഐനൽ മുതഹാബ്ബൂന ഫീ ജലാലി, ദീനിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾ എവിടെ? അവർക്കെന്തുണ്ട് അന്നത്തെ ദിവസം? അൽയൗമ ഉദില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. അവർക്ക് ഇന്നേ ദിവസം തണലുണ്ട്. ഇന്ന് ഇതല്ലാത്ത, എൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലില്ലാത്ത ഈ ദിവസം എൻ്റെ തണൽ അവർക്കുണ്ട്. അള്ളാഹു ചോദിക്കുകയാണ്, ദീനിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച ആളുകൾ എവിടെ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾ എവിടെ? സഹോദരങ്ങളെ, സഹോദരിമാരെ, പല രൂപത്തിലുള്ള സ്നേഹബന്ധങ്ങൾ നമുക്കിടയിലുണ്ട്. അവയെ ദീനിൻ്റെ മാർഗത്തിലുള്ളതാക്കാൻ, അള്ളാഹുവിൻ്റെ പ്രീതിയിൽ അർപ്പിതമാക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഹർഷിൻ്റെ തണൽ കിട്ടുവാൻ വരെ അത് കാരണമാകുമെന്ന് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, മറ്റൊരു മാർഗവും കൂടി, മറ്റൊരു മാർഗം, എട്ടാമതായി അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രീതിയും കരസ്ഥമാക്കാൻ നമുക്കുള്ള മറ്റൊരു വഴിയായി വിശുദ്ധ ഖുർആൻ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയുടെ 108-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതഹറു. ശുദ്ധി ഇഷ്ടപ്പെടുന്ന ആളുകൾ, ശുദ്ധി ഇഷ്ടപ്പെടുക, വൃത്തിയും വെടുപ്പുമുള്ള ജീവിതം, ഭംഗി ഇഷ്ടപ്പെടുക എങ്കിൽ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ. ശുദ്ധിയുള്ള ആളുകളെ, വൃത്തിയുള്ള ആളുകളെ അള്ളാഹുവിനും വലിയ ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, ഖാല ലാ യദ്ഖുലുൽ ജന്നത لا يدخل الجنة من كان في قلبه مثقال ذرة من كبر. قال رجل إن الرجل يحب أن يكون ثوبه حسنا ونعله حسنا. قال إن الله جميل يحب الجمال. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആരുടെയെങ്കിലും മനസ്സിൽ ഒരു കടുകുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്ത് പ്രവേശിക്കൂല, അവർ സ്വർഗത്ത് പ്രവേശിക്കൂല. ഞാനാണ് വലിയവൻ. പലരും നമ്മുടെ മനസ്സിൽ പലപ്പോഴും പിശാച് കൊണ്ടിട്ട് വരുന്ന ചിന്തയാണ് അഹങ്കാരം. പല മേഖലകളിലേക്ക് നമ്മൾ ഉയർന്നു വരുമ്പോൾ, പല നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥാനങ്ങളിലേക്ക്, നമ്മൾ ആഗ്രഹിക്കാത്ത ദറജകളിലേക്ക്, മേഖലകളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സുകൾ പിശാചിട്ട് തരും അഹങ്കാരം. ആരാണവൻ? എന്നെ പഠിപ്പിക്കാൻ ആരാണവൻ? ഇങ്ങനെ പല രൂപത്തിലും, ഈ രൂപത്തിലുള്ള അഹങ്കാരത്തിൻ്റെ ചിന്തകൾ. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു കടുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ, കിബറുണ്ടെങ്കിൽ ലശക്കഫി, അവർ സ്വർഗത്ത് പ്രവേശിക്കൂല. ഈ സമയത്താണ്, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു മനുഷ്യൻ ഖാല റജുലൻ ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസന. അല്ല നബി, ഒരാൾ അയാളുടെ വസ്ത്രം നല്ലതാകാൻ അയാൾ ഇഷ്ടപ്പെടുന്നു, അയാളുടെ ചെരുപ്പ്, അയാളുടെ പാദരക്ഷ നല്ലതാകാൻ അയാൾ ഇഷ്ടപ്പെടുന്നു, അത് അഹങ്കാരമാകുമോ നബിയെ?
ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽ കിബറു ബത്തറുൽ ഹഖ്, അൽ കിബറു ബത്തറുൽ ഹഖ് വ അൻതുന്നാസ്. കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തെ സത്യത്തെ ഗൗനിക്കാതിരിക്കലും, ബത്തറുൽ ഹഖ് സത്യത്തെ അവഗണിക്കുക, സത്യം അതാണെന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുക. വ അൻതുന്നാസ് ജനങ്ങളെ വില കുറച്ച് കാണുക. അവരൊക്കെ എന്താപ്പോ, ഞാനും അവർ എവിടെ നിൽക്കുന്നു, എൻ്റെ ജോലിയും എൻ്റെ സ്ഥാനവും എവിടെ, അവരെവിടെ കിടക്കുന്നു. ജനങ്ങളെ നിന്ദിക്കുക, ജനങ്ങളെ തരം താഴ്ത്തി കാണുക, അതാണ് അഹങ്കാരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുവെങ്കിൽ ഇതിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ ഇന്ന് ഒരു ഭൗതികമായ വിരക്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകമായ ആദർശവും പ്രത്യേകമായൊരു രീതികളും പൂർണ്ണമായും ഭൗതികമായ വിരക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമികമായ ആരാധനകളിലേക്ക് മുഴുകി ആ രൂപത്തിലുള്ള ദഅവത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് പൂർണ്ണമായും ആ രൂപത്തിൽ ഒരു ഭൗതികമായ വിരക്തി, വസ്ത്രത്തിലെ ആഡംബരങ്ങളില്ലാതെ എല്ലാ നിലക്കും ഒരു എന്താതിന് ഒരു സന്യാസ ജീവിതം, അതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ആ രൂപത്തിലെ സൂഫി ചിന്താഗതികൾ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആയത്താണ് വിശുദ്ധ സൂറത്തുൽ അഅറാഫിന്റെ 31-ാമത്തെ വചനം. യാ ബനി ആദം ഖുദൂ ദീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ബനി ആദം, അല്ലയോ ആദമിന്റെ സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ ഓരോ നമസ്കാര സമയങ്ങളിലും നല്ല അലങ്കാരങ്ങൾ എടുത്ത് അണിയുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പലപ്പോഴും നാട്ടിലായാലും ഇവിടെയായാലും ഏതെങ്കിലും വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഏതെങ്കിലും കോലത്തിലാണ് പള്ളിയിലേക്കൊക്കെ പോകാറ്. വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും ഏറ്റവും പഴയതെടുത്താണ് നമ്മൾ നിസ്കരിക്കുക. അങ്ങനെയാകരുത്. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, കല്യാണത്തിന് പോകുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ല സ്പ്രേയും അത്തറൊക്കെ പൂശേണ്ടത്, ആ സമയത്ത് അത് ഉപയോഗിക്കേണ്ട എന്നല്ല, മറിച്ച് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ ആ നിലക്ക് വൃത്തിയോടുകൂടി ഭംഗിയോടുകൂടി സുഗന്ധമൊക്കെ ഉപയോഗിച്ച് പോവുക. കാരണം അത്തരത്തിലുള്ള ആളുകളെയും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ ശ്രദ്ധിക്കാൻ, ആ ഒരു രൂപത്തിൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നുള്ളതും ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പ്രീതിയും കരസ്ഥമാക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ പ്രധാനമായും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് ഫർളുകളുടെ കാര്യത്തിൽ, കൃത്യമായ ആരാധനാ വിഷയത്തിൽ, നിർബന്ധമായ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ അത് കൃത്യത പുലർത്തുക. നമസ്കാരം അതിൻ്റെ സമയത്ത്, എൻ്റെയും നിങ്ങളുടെയും സമയത്തിനേക്കല്ല അത് മാറ്റിവെക്കേണ്ടത്. അതിൻ്റെ സമയങ്ങളിൽ അത് നിർവഹിക്കാൻ, അത് ജമാഅത്തായി നമസ്കരിക്കേണ്ടത് ജമാഅത്തായി പള്ളികളിൽ തന്നെ നമസ്കരിക്കാൻ. റൂമുകളിൽ നമസ്കരിക്കുന്ന ആളുകളുണ്ട്, ഒഴിവാക്കണം നമ്മൾ. പുരുഷന്മാരാണെങ്കിൽ അത് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതിലൂടെ മാത്രമേ അത്തരത്തിലുള്ള പുണ്യമായ പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ കർമ്മനിഷ്ഠയോടുകൂടി റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിച്ചാലേ റബ്ബിൻ്റെ തൃപ്തിയും റബ്ബിൻ്റെ പ്രീതിയും കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷമിക്കുക. ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മനോവ്യതകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ പ്രയാസങ്ങളിലും ആ പ്രതിസന്ധികളിലും ക്ഷമ അവലംബിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ, ഇതെൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണ്, ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുകയാണ് എൻ്റെ ആവശ്യം,
അതിലൂടെ മാത്രമേ എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയും എൻ്റെ റബ്ബിൻ്റെ പ്രീതിയും എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടവും നേടാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ, നടന്നെടുക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത തോതിലായിരിക്കും അവർക്കുള്ള പ്രതിഫലം റബ്ബ് നൽകുക എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ, മറ്റൊരു ആയത്തിൽ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നു, വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. ക്ഷമിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്യാൻ. വാഹനത്തിൽ നമ്മൾ എഴുതി വെക്കും തവക്കൽതു അലല്ലാഹ്, വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ എഴുതി വെക്കും തവക്കൽതു അലല്ലാഹ്. എല്ലായിടത്തും നമുക്ക് തവക്കൽതു അലല്ലാഹ് ഉണ്ട്, പക്ഷേ അത് ജീവിതത്തിലില്ല. റബ്ബിൽ ഭരമേൽപ്പിക്കാനുള്ള ആ ഒരു ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയി, കഴിയുന്നില്ല. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും എനിക്കെൻ്റെ റബ്ബുണ്ട്. ഇന്നമഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എനിക്കവൻ മതി, എൻ്റെ കാര്യത്തിൽ ഭരമേൽപ്പിക്കാൻ അവൻ മതി എന്നുള്ള ആ ഒരു തവക്കുൽ, ആ ഒരു ഭരമേൽപ്പിക്കുന്ന മനസ്സുകൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ആര് വിചാരിച്ചാലും എന്തു ചെയ്താലും എനിക്കെൻ്റെ റബ്ബുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുത്താൻ മറ്റൊരാൾക്കും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദു മിൻകൽ ജദ്ദ്. 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതാ ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷ. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് എങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. സൂറത്ത് ആല ഇമ്രാൻ 159 വചനം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്രയും സമയം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിച്ചത് റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബിൻ്റെ തൃപ്തിയും റബ്ബിൻ്റെ പ്രീതിയും റബ്ബിൽ നിന്നുള്ള ഇഷ്ടവും കരസ്ഥമാക്കാൻ നമ്മൾ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരിക്കലും അവയെ നിസ്സാരമായി തള്ളിക്കളയരുത്. റബ്ബിൻ്റെ ഇഷ്ടവും റബ്ബിൻ്റെ പ്രീതിയും കരസ്ഥമാക്കിയാൽ മാത്രമേ നമ്മുടെ പരലോകം അത് വിജയത്തിലേക്ക് നയിക്കാൻ, വിജയത്തിൻ്റെ വഴിയിൽ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ എന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പിച്ചതും ഇതല്ലാത്തതുമായ ധാരാളം കാര്യങ്ങളുണ്ട്. അവയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ ഏറ്റവും വലിയ സൗഭാഗ്യമായ റബ്ബിനെ കാണാനുള്ള ഭാഗ്യവും സ്വർഗലോകത്തുള്ള എന്നെന്നും ഖാലിദീന ഫിഹ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ ശാശ്വതമായ സ്വർഗലോകത്തൊരു ജീവിതവും അവിടെ ഒരു സ്ഥാനവും നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ക്രമീകരിക്കാൻ എല്ലാവിധ തൗഫീഖുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ, നിന്റെ ഇഷ്ടവും നിന്റെ പ്രീതിയും കരസ്ഥമാക്കി ഈമാനനുസരിച്ച് ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം നാഥാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണം നാഥാ. ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണം നാഥാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.